പ്രശസ്ത നർത്തകനും ചലച്ചിത്ര താരവും ഒപ്പം തന്നെ നമ്മുടെ കലാവൻ മണിയുടെ സഹോദരനുമായ ഡോക്ടർ RLV രാമകൃഷ്ണനെതിരെ കഴിഞ്ഞ ദിവസം നടന്ന പരാമർശങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. കലാമണ്ഡലം സൗദാമിനിയാണ് നമ്മുടെ രാമകൃഷ്ണനെതിരെ അദ്ദേഹത്തിന്റെ നിറത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ കലയെ പറ്റിയും ഒക്കെ തന്നെ വളരെ മോശമായി പറയുകയും അദ്ദേഹത്തിനെതിരെ വർഗീയ വിഷം തുപ്പിയതും അതിന്റെ അടിസ്ഥാനത്തിലാണ്. ആദ്യം ആ സ്ത്രീയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. മോഹിനി ആയിരിക്കണം എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു അല്പമാണ്. ഒരു പുരുഷൻ കാലും കവിച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്ന് ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവും. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാലല്ല ദൈവം പോയി പെറ്റ തള്ള തയ്ക്കില്ല. ഇതാണ് കലാമണ്ഡലം സൗദാമിനി എന്ന് പറയുന്ന നർത്തകീയ അധ്യാപികമാരുടെ ഒരു മറുപടി. ഇവരുടെ ഒരു അധിക യോഗ്യത എന്ന് പറയുന്നത് RSSന്റെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുന്ന ഒരാൾ എന്ന് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കലാമണ്ഡലം സൗദാമിനി നമ്മുടെ RLV രാമകൃഷ്ണനെ അപമാനിക്കുന്ന സമയത്ത് അവരും ഒരു കലാകാരിയാണെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ലായിരുന്നു. കാരണം ഞാൻ ചെയ്യുന്നത് മറ്റവനേക്കാൾ എന്തോ കൂടിയ ഐറ്റമാണ്, ഇല്ലെങ്കിൽ എനിക്ക് അവനേക്കാൾ നല്ലതാണ് എൻ്റെ നിറം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സാധാരണ ചിന്താഗതി മാത്രമായി പോയി സൗദാമിനിക്ക് ഉണ്ടായത് എന്ന് പറയേണ്ടി വരും. ഇതേപ്പറ്റി RLV രാമകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി അദ്ദേഹം കാര്യം എഴുതുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മറുപടിക്ക് അപ്പുറത്തേക്ക് വേറൊന്നും ഇവിടെ കൃത്യമായി നിലപാടാകില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ പോസ്റ്റ് തന്നെ ഇപ്പോൾ വായിക്കുന്നത്. പ്രിയ കലാസ്നേഹികളെ, കലാമണ്ഡലം എന്ന അതുല്യനാമം പേരോട് ചേർത്ത ഒരു കലാകാരി എന്നെ വീണ്ടും വീണ്ടും ആക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാക്ക പോലെ കറുത്തവനാണെന്നും ശരീരത്തിന് നിറവും സൗന്ദര്യവും ഉള്ളവർ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നും എന്നെ കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നും സുന്ദരികളായ സ്ത്രീകൾ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നും എനിക്ക് വിദ്യാഭ്യാസ യോഗ്യതയില്ല എന്നൊക്കെയുമാണ് അവർ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ ഏതോ ഒരു സ്ഥാപനത്തിൽ എന്തോ ഒന്ന് പഠിച്ചു എന്നാണ് അവർ പുലമ്പുന്നത്. എന്നാൽ സത്യസന്ധതയോടെ പഠിച്ച് വിജയിച്ചിട്ടാണ് ഞാൻ ഈ രംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. 1996 മുതൽ തൃപ്പൂണിത്തറ RLV കോളേജിൽ മോഹിനിയാട്ട കളരിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ കലാകാരനാണ് ഞാൻ. 4 വർഷത്തെ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും കഴിഞ്ഞതിന് ശേഷം MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA മോഹിനിയാട്ടം 1ാം റാങ്കോടെ പാസ്സായിട്ടുണ്ട്. ഇതുകൂടാതെ ഇവർ പറയുന്ന കേരള കലാമണ്ഡലത്തിൽ നിന്ന് പെർഫോമിംഗ് ആർട്ടിസ്റ്റിൽ MPhil ടോപ്പ് സ്കോററായി പാസ്സാവുകയും ഇതേ സ്ഥാപനത്തിൽ തന്നെ മോഹിനിയാട്ടത്തിൽ PhD പൂർത്തിയാക്കുകയും ചെയ്തു. UGCയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ആകുന്നതിനുള്ള നെറ്റ് പരീക്ഷയും വിജയിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ദൂരദർശൻ കേന്ദ്രം A ഗ്രേഡഡ് ആർട്ടിസ്റ്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 15 വർഷത്തിലധികമായി കാലടി സംസ്കൃത സർവകലാശാലയിലും RLV കോളേജിലും മോഹിനിയാട്ട വിഭാഗം ഗസ്റ്റ് ലെക്ചറായും സേവനം ചെയ്തിട്ടുണ്ട്. കലാമണ്ഡലം പേരോട് ചേർത്ത ഈ അഭിവന്യ ഗുരു എന്നെ നേരത്തെയും കലാമണ്ഡലത്തിൽ വെച്ച് ആക്ഷേപിച്ചിട്ടുണ്ട്. ഞാൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നത് മോഹിനിയാട്ടത്തിൽ PhD നേടുന്നതും ഇവർക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരനും നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും ഇതുപോലെയുള്ള ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നാണ് ഡോക്ടർ RLV രാമകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇവർ തമ്മിലുള്ള തർക്കം തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഈ അപമാനം തുടങ്ങുന്നത് 2018 മുതൽ എന്നാണെന്ന് രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അന്ന് മുതൽ തന്നെ അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ്. തൻ്റെ നിറത്തിന്റെ പേരിൽ തന്നെ താൻ ചെയ്യുന്ന കലയെപ്പറ്റി, താൻ പഠിക്കുന്ന കലയെപ്പറ്റി തന്നെ വളരെ മോശമായി ഈ കലാമണ്ഡലം സത്യഭാമ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രാമകൃഷ്ണൻ തന്നെ. എന്തായാലും അതിനൊപ്പം തന്നെ RLV രാമകൃഷ്ണന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, അതുകൂടെ വായിക്കണം. അതിങ്ങനെയാണ്: എൻ്റെ കറുപ്പാണ് എൻ്റെ അഴക്, എൻ്റെ കുലത്തിൻ്റെ ചോരയാണ് എന്നെ കലാകാരനാക്കിയത്, നീ ഒന്നും എൻ്റെ 7 അയലത്ത് വരില്ല മോളെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മറ്റൊരു പോസ്റ്റ് കൂടി ഇട്ടിരിക്കുന്നത്. ഈ 2 പോസ്റ്റിൽ വായിക്കുമ്പോൾ കൃത്യമായ കാര്യം മനസ്സിലാകും. അവരുടെ മനസ്സിൽ ഇത്രയും നാളും കൂടിയിരുന്ന ഒരു അസൂയയും, ഇല്ലെങ്കിൽ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ നിറം എന്ന രീതിയിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു മോഹിനിയാട്ടം എന്ന കല അഭ്യസിച്ചാൽ അതൊക്കെ തന്നെ തനിക്ക് കുറച്ചിലാകും എന്നുള്ളൊരു ചിന്താഗതി, ഒരു ഇടുങ്ങിയ ചിന്താഗതിയാണ് സത്യഭാമയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കാനും RLV രാമകൃഷ്ണനെ അപമാനിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്തായാലും അടുത്തിടെയായി കലാകാരന്മാരോട് നമ്മുടെ സമൂഹം കാണിക്കുന്നത്, അതായത് ഇത്തരത്തിൽ വിദ്യാഭ്യാസം വിവരമുള്ളവരൊക്കെ തന്നെ കാണിക്കുന്നത് അത്ര നല്ല സൂചനയല്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇതിനു മുമ്പ് ജാസി ഗിഫ്റ്റിന് സമാനമായ രീതിയിൽ ഒരു അപമാനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ സത്യഭാമയിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. എന്തായാലും വലിയ പ്രതിഷേധം കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ ഉയരുന്നുണ്ട്. നിയമ നടപടി
നടപടികളുമായി സംഘടനകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം RV രാമകൃഷ്ണൻ അദ്ദേഹത്തിന് ചെയ്തിരുന്ന കലയെപ്പറ്റി, ആ കലയ്ക്ക് നൽകേണ്ട അംഗീകാരങ്ങളെ പറ്റി വലിയ രീതിയിലുള്ള സൈബർ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ സർക്കാർ RLV രാമകൃഷ്ണനൊപ്പം തന്നെയാണെന്നാണ് മന്ത്രി R ബിന്ദു വ്യക്തമാക്കിയിരിക്കുന്നത്. കലാകാരനെ ബഹുമാനിക്കാനും എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൃത്യമായി അറിയാമെന്നും മന്ത്രി പറയുന്നുണ്ട്. എന്തായാലും വലിയ പിന്തുണയാണ് RLV രാമകൃഷ്ണന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.